സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് അത് പ്രസിഡന്റിന്റെ ഒരു അംഗീകാരം അത് ലഭിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ലഭിക്കാനിരിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും അത് പാസാക്കിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല രാജ്യം നിലവിൽ വന്നത് എന്ന് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുകയാണ്. ആ പ്രിയാമ്പിളിന്റെ ആദ്യത്തെ വരി മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into sovereign, socialist, secular, democratic republic. 5 കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ബേസിക് ഫീച്ചർ ആയും കൊണ്ട് അതിന്റെ പ്രിയാമ്പിൾ പറയുകയാണ്. ഈ ഭരണഘടന ഇന്ത്യക്ക് നൽകുന്നത് BJP അല്ല, കോൺഗ്രസ് അല്ല, CPIM അല്ല, മുസ്ലിം ലീഗ് അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved, നമ്മളെല്ലാം വളരെ പരിപാവനമായി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ 5 ഗുണങ്ങളുള്ള ഒരു രാജ്യമാകണം. 1, അത് സോവറിൻ, പരമാധികാര രാജ്യമാകണം. 2, സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാകണം. 3-മതായി സെക്യുലർ, ഒരു മതേതര രാജ്യമാകണം. മതേതര രാജ്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരുപാട് കേസുകളിൽ വളരെ കൃത്യമായി പറയുകയുണ്ടായി, ദ നേഷൻ ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ, നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതവും ഇല്ല. പാകിസ്ഥാൻ ഉള്ളതുപോലെ, സൗദി അറേബ്യക്കുള്ളതുപോലെ നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതവുമില്ല. മാത്രമല്ല എല്ലാ മതക്കാരും മതം ഇല്ലാത്തവരും ദൈവവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാവരും ഒരേപോലത്തെ സ്വാതന്ത്ര്യവും ഒരേപോലത്തെ സ്ഥാനവുമുള്ള ഒരു ഇക്വാളിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യയായി നമ്മൾ ഇവിടെ രൂപീകരിക്കുന്നത് എന്ന് പറയുന്ന ആ ഭരണഘടന എത്ര മാറ്റം വരുത്തിയാലും അതിന്റെ ബേസിക് ഫീച്ചർ മാറ്റാൻ പാടില്ല എന്ന് സാജൻ സിംഗ് കേസിലും IG ഗോലക്നാഥ് കേസിലും ഏറ്റവും അവസാനമായി കേശവാനന്ദ ഭാരതി കേസിലുമൊക്കെ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യം പറയുന്ന സ്ഥലത്ത് പൗരന്മാർക്ക് മാത്രമാണ് എങ്കിൽ 14-ലും 15-ലും പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ആരായാലും അവൻ പൗരനാകട്ടെ പൗരനല്ലാത്തവരാകട്ടെ അവർക്ക് ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ ജന്മനാടിന്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നും ഈക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒരുപോലെയാണെന്നും എല്ലാവർക്കും തുല്യ സംരക്ഷണമാണ് നിയമം നൽകുന്നത് എന്നും വളരെ കൃത്യമായി പറഞ്ഞ ഭരണഘടനയുടെ 14-15 ആർട്ടിക്കിളുകളെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ പുതിയ ബില്ല് പാസാക്കിയെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരേ ഒരു മാർഗം സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുക എന്നതാണ്. പലരും സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് വൈകുന്നേരത്തോടെ മാധ്യമങ്ങളിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും അതുപോലെ തന്നെ സയ്യിദ് അലി ബാഫഖി തങ്ങളും ബദറുസ്സാദാത്തും അവരൊക്കെ കൂടി നമ്മുടെ സമസ്തയുടെ തീരുമാനമായി മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ നമ്മളും ഈ ബില്ലിനെ ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന്. പക്ഷേ നമുക്കറിയാം, ബാബരി മസ്ജിദ് കേസ് ജഡ്ജ്മെന്റ് വായിച്ചാൽ, വാദങ്ങൾ മുഴുവനും വായിച്ചു കഴിയുമ്പോൾ, തെളിവുകൾ മുഴുവനും വായിച്ചു കഴിയുമ്പോൾ പള്ളി മുസ്ലിങ്ങളുടേതാണെന്നും അവിടെ വിഗ്രഹം കൊണ്ടുപോയി വെച്ചത് ഒഫൻസാണ് എന്നും അത് 92-ൽ തകർത്തത് ഒഫൻസാണ് എന്നും എല്ലാ അർത്ഥത്തിലും തെളിവ് സഹിതം നിരത്തുമ്പോൾ ഈ സ്ഥലം മുഴുവനായി മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നായിരുന്നു വിധി പറയേണ്ടിയിരുന്നത് എന്ന് ആർക്കും ബോധ്യപ്പെടും. പക്ഷേ വിധി വന്നപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സ്ഥലം ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഹിന്ദുക്കൾക്ക് കൊടുക്കണം എന്നായിരുന്നു വിധി. അതിനെതിരെ സമർപ്പിക്കപ്പെട്ട റിവ്യൂ ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. പക്ഷേ കോടതിയിൽ നിന്ന് എന്തു വരുമെന്ന് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള മാർഗം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലിമീങ്ങൾ സാദാത്തുക്കൾ അവര്
തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല എന്ന് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ പറയുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വില്യാപ്പള്ളി ഉസ്താദിന് ഈ നേതൃത്വത്തിന്റെ കൂടെ തന്നെ ഇനിയും ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ തണലിൽ കഴിയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.